പ്രാർത്ഥിച്ച ആ സാധനം ഒന്ന് കാണിച്ചു, ശരിക്കത് കാണിച്ചു. കൊള്ളാം കേട്ടോ. ഒരു യേശുവിന്റെ നാമത്തിലുള്ള പ്രവർത്തനമല്ലേ? യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തില ഇപ്പോൾ തന്നെ നിന്നെ വിടിവിക്കുവാൻ ശക്തനായവൻ യേശുവിന്റെ നാമത്തില ബൗട്ടാലിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബൗട്ടാലിയ റീകാരവ ബൗട്ടാലിയ ജാരാവ യേശുവിന്റെ നാമത്തിൽ Mount Alia, Yara Lava, Shikama, Sunama, Mount Alia, Yarama, Shikala. എന്റെ മോനെ, ഇതാരാ കക്ഷി എന്നറിയാം? ഇതാണ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഷിബു നായർ. ഈ ചങ്ങാതി സംസ്ഥാനത്തെ പല ജില്ലകളിലായിട്ട് 10-36 കേസുണ്ട് ഇയാളെ പേരിൽ. ഇയാളിപ്പോൾ ഈ കിടക്കുന്നത് അടൂര് ഒരു വീട്ടിൽ ഒരു പാവം പിടിച്ച ഒരു മറിയാമ്മ ചേട്ടത്തിയുടെ അടുത്ത് പോയിട്ട് അവരുടെ മകൾക്ക് പള്ളിയിൽ നിന്ന് ലോണ് പാസ്സായിട്ടുണ്ടെന്ന്, ഞാൻ വൈദികനാണെന്നൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി അവരെ മാലയും പൊട്ടിച്ച് ഓടിയ കേസിലാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് പിടിച്ച് പകത്തിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഭീകരാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഇയാൾ നമ്മളെ നാഗചേച്ചി പറയുന്നത് പോലെ മലം കൊണ്ട് എറിഞ്ഞു പോലീസിൻ്റെ ദേഹത്തേക്ക്. പിട്ടിച്ച് പോലീസ് അകത്തുകൊണ്ട് ഇട്ടിട്ട് പോലീസ് പറയാണ്, നീ വീടുകളിൽ പോയി പ്രാർത്ഥിക്കുന്ന ആ സാധനം ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോഴാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കക്ഷി പ്രാർത്ഥിക്കുന്നത്. ഇയാൾ അതിനിടയ്ക്ക് തൃശ്ശൂർ വെച്ച് അപകടത്തിൽപ്പെട്ടിട്ട് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നഴ്സിന്റെ കഴുത്തിൽ കത്തി വെച്ച് അവരെ മാല പൊട്ടിക്കാൻ നോക്കിയ കേസിൽ കുറച്ച് കാലം അകത്തായിരുന്നു. ചെറിയ കക്ഷിയൊന്നുമല്ല, ഒരു 1.5 വലിയ കക്ഷി തന്നെയാണ്. പല കേസുകളിലായിട്ട് നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് കേരളത്തിൽ പറഞ്ഞാൽ മതി, ഇന്ത്യ പോട്ടെ, കേരളത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് വിൽക്കാൻ പറ്റുന്ന ഒരു സാധനം എന്താണെന്ന് അറിയോ? അത് ഭക്തിയാണ്. നമ്മളെയൊക്കെ ഒരു ഭയത്തിന്റെ മുൾമുനയിൽ ഓരോ ഭക്തി കച്ചവടം ചെയ്യുന്ന ആളുകൾ നിർത്തും. അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അതിന്റെ ദോഷമാണ്, ഇതിന്റെ ദോഷമാണ്, അത് ചെയ്താൽ അവിടെ പോയി ഇങ്ങനെ പൂജ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഇന്ന മൊയിലാറെ കൊണ്ട് ഊതിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഈ പറഞ്ഞതുപോലെ ഒരു തരം ഒരു ഫിയറിന്റെ അങ്ങ് താഴെ തട്ടിലെത്തിക്കും നമ്മളെ. എന്നിട്ട് ഭക്തിയുടെ അടിമയാക്കും. ഇതുപോലുള്ള ആളുകൾ വീടുകളിൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, തലയെ തൊട്ട് ഇങ്ങനെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ഷോയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള കാശും കൊണ്ട് അവരങ്ങ് പോകും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇതുപോലുള്ള വെട്ടാവളിയന്മാർ വീടുകളിൽ വരുമ്പോൾ അടിച്ചു ഓടിക്കാനുള്ള ആർജവം വീട്ടുകാർ കാണിച്ചു കഴിഞ്ഞാൽ മാലയും ഉണ്ടാവും, നമുക്ക് ചിലപ്പോൾ ജീവനും ബാക്കി ഉണ്ടാവും. ജാഗ്രതയും.